നീ നിന്റെ അധ്വാന മേഖലകളിലൊക്കെ വിശ്വസ്തത പുലർത്തിയിട്ടുണ്ടാകും. മറ്റുള്ളവരോട് ഇടപെടുന്നതിലൊക്കെ മാന്യമായ നിലവാരത്തിലാകും നീ ആയിട്ടുണ്ടായിരുന്നിരിക്കുക. പക്ഷേ അധ്വാനിച്ചിട്ടും നല്ല ഇടപെടൽ കൊടുത്തിട്ടും എവിടെയൊക്കെയോ നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ണുനീരും ഒക്കെ വന്നുപോയ സാഹചര്യങ്ങൾ ഇന്നും നീ അത് മറന്നു പോകാതെ ഓർക്കുന്നു. ഇത്രയൊക്കെ നന്മ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടും മറ്റുള്ളവരെ സ്നേഹിച്ചിട്ടും എവിടെയോ ഒരു പോരായ്മ നിന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ നീ അനുഭവിച്ചിട്ടുണ്ടാകും. എന്താണ് എന്നത് കണ്ടുപിടിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും. ജീവിതം കൊണ്ട് പലതും ചിന്തിച്ചു, അനുഭവം കൊണ്ട് പലതും ഓർത്തെടുത്തു. പക്ഷെ അതിലൊന്നും നിനക്ക് ആ പേര് കിട്ടിയില്ല എങ്കിൽ, അതിലൊന്നും നിനക്കത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, എന്നെ കേൾക്കുന്ന നിന്നോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എവിടെയാണ് നിന്റെ പോരായ്മയെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ സൃഷ്ടിതാവാകുന്ന യേശു ക്രിസ്തു നിന്നിലില്ലാതെ ഇരുന്നതാണ് പരാജയങ്ങൾക്കും വേദനകൾക്കും സമാധാനക്കുറവിനുമൊക്കെ കാരണമായി തീർന്നത്. ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതം നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിലായി മാറണമെങ്കിൽ, ആഗ്രഹിക്കുന്ന ട്രാക്കിലേക്കായി മാറണമെങ്കിൽ, നീ ആ സൃഷ്ടിതാവിനോടൊപ്പം സഞ്ചരിക്കുവാൻ തുടങ്ങണം. പിന്നീട് നിന്റെ നന്മകൾ ചെറുതാണെങ്കിലും അതിനൊരു വർധനമുണ്ടാകും. പിന്നീട് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം നിന്റെ ജീവിതത്തിലുണ്ടാകും. ബന്ധങ്ങളിൽ ഒരു ദൃഢതയുണ്ടാകും. കാരണം നിന്നോടൊപ്പം സഞ്ചരിക്കാൻ പോകുന്നവൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണെങ്കിലും ഞാൻ നിനക്ക് വേണ്ടി അതിനെ പകർന്നു തരുന്നത് സ്നേഹമെന്ന നിലവാരത്തിലാണ്. കാരണം ദൈവം സ്നേഹമാണ്. തിരുവചനത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്: യഹോവ നിന്റെ ആശ്രയമായിരിക്കും, അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. അതെ, നിന്റെ ജീവിത വിജയം അവനിലൂടെയാകട്ടെ, നിന്നിലെ സമാധാനം അവനിലൂടെയാകട്ടെ, നിന്റെ ബന്ധങ്ങളുടെ ദൃഢത അവനിലൂടെയാകട്ടെ.